ഹലോ, വെൽക്കം ബാക്ക് ടു സ്റ്റഡി ഗൈഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി ഇങ്ക് ആൻഡ് ദി മെലഡി എന്ന ലെസൻ്റെ സമ്മറിയാണ്. ദി ഇങ്ക് ആൻഡ് ദി മെലഡി എന്ന ഈ ലെസൺ ജോസഫ് ബാർബറയുടെ ഒരു ലഘുലേഖനമാണ്. ജോസഫ് ബാർബറ ഒരു വലിയ അമേരിക്കൻ ആനിമേറ്ററും കാർട്ടൂൺ ആർട്ടിസ്റ്റും നിർദ്ദേശകനും നിർമ്മാതാവും ഹന്ന ബാർബറ എന്ന കമ്പനിയുടെ കോ-ഫൗണ്ടറുമായിരുന്നു. ചരിത്രത്തിലെ ആനിമേഷൻ സ്റ്റുഡിയോകളിൽ ഏറ്റവും സ്വാധീനമുള്ളതിൽ ഒന്നായിരുന്നു ആ കമ്പനി. വില്യം ഹന്നയുടെ കൂടെ ചേർന്ന് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ടോം ആൻഡ് ജെറി, ഫ്ലിൻസ്റ്റോൺസ്, യോഗി ബെയർ, സ്കൂബി ഡൂ മുതലായ കഥാപാത്രങ്ങൾ ഇദ്ദേഹം സൃഷ്ടിച്ചതാണ്. 7 ഓസ്കാർ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള അദ്ദേഹം ലോകമെമ്പാടുമുള്ള കാണികളെ ത്രസിപ്പിച്ചിട്ടുണ്ട്. ദി ഇങ്ക് ആൻഡ് ദി മെലഡി എന്ന ഈ പാഠഭാഗം ലോകപ്രശസ്ത കാർട്ടൂൺ സ്രഷ്ടാവായ ജോസഫ് ബാർബറയും പോപ്പ് ഗായകൻ മൈക്കിൾ ജാക്സണും തമ്മിലുള്ള കൂടിക്കാഴ്ച വിവരിക്കുന്നു. ഈ ലഘുലേഖ സംഗീതത്തിൻ്റെയും വരയുടെയും കൂടിച്ചേരലിനെക്കുറിച്ചും കുട്ടിക്കാലത്തെ ഓർമ്മകളെക്കുറിച്ചും 2 കലാകാരന്മാർ പരസ്പരം അംഗീകരിക്കുന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നു. ജോസഫ് ബാർബറയുടെ സൃഷ്ടികളിലൂടെ മൈക്കിൾ ജാക്സൺ അനുഭവിച്ച സന്തോഷവും ആവിഷ്കാരവും ഇതിൽ വ്യക്തമാക്കുന്നു. ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ സമ്മറിയിലേക്ക് കടക്കാം. ഈ ലെസൺ തുടങ്ങുന്നത് ജോസഫ് ബാർബറ പറയുകയാണ്, തന്നെ പല പേരുകളിൽ വിളിക്കാം: നിർമ്മാതാവ്, സഹനിർമ്മാതാവ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, ഡിഷ് വാഷർ എന്നൊക്കെ. പക്ഷേ അദ്ദേഹത്തിന് ഇഷ്ടം ഒരു ക്രിയേറ്റീവ് കൺസൾട്ടൻറ്റ് എന്നറിയപ്പെടാനാണ്. ടോം ആൻഡ് ജെറി എന്ന മൂവി നിർമ്മിക്കപ്പെട്ടപ്പോൾ ഫില്ലിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുടെയും കൂടെ ഒരു ക്രിയേറ്റീവ് കൺസൾട്ടൻ്റായി ജോലി ചെയ്യാൻ പറ്റിയതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയങ്ങളിലൊന്ന് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സിനിമ നിർമ്മാണ സമയത്ത് 1992 ലോകപ്രസിദ്ധ ഗായകനായ മൈക്കിൾ ജാക്സൺ ബാർബറയെ ബന്ധപ്പെടുകയും ഒരുമിച്ച് പ്രവർത്തിക്കാമോ എന്ന് ചോദിക്കുകയും ചെയ്തു. മൈക്കിൾ കാർട്ടൂണുകളുടെ വലിയ ആരാധകനായിരുന്നു. ഇത് നിരസിക്കാൻ കഴിയാത്ത ഒരവസരമായി ബാർബറയ്ക്ക് തോന്നി. ബാർബറയുടെ ആദ്യ ആശയം ടോം ആൻഡ് ജെറി സിനിമയിൽ മൈക്കിളിനെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കുക എന്നതായിരുന്നു. ആദ്യ കൂടിക്കാഴ്ച മൈക്കിളിൻ്റെ വിൽഷെയർ ബുലെവാർഡിലെ അപ്പാർട്ട്മെൻറ്റിൽ നടന്നു. അവിടെ മൈക്കിൾ ബാർബറയോട് ചോദിച്ചു, "നീ ടോം ആൻഡ് ജെറി എല്ലാം എഴുതിയതാണോ?" ബാർബറ മറുപടി നൽകി, "ഇല്ല, ഞാൻ എഴുതിയതല്ല, ഞാൻ വരച്ചതാണ്" എന്ന്. അതിന് തെളിവ് കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ മൈക്കിൾ ഒരു സ്കെച്ച് പാഡും മാർക്കറുകളും കൊണ്ടുവന്നു. ബാർബറ തൻ്റെ ഇഷ്ടപ്പെട്ട ടോം ആൻഡ് ജെറി എപ്പിസോഡായ ബൗളിംഗ് അലി കാറ്റ് എന്നതിലെ രംഗങ്ങൾ 5 സ്കെച്ചുകളായി വരച്ചു. മൈക്കിൾ പിന്നിൽ നിന്ന് വാ വാ എന്ന് ആവേശത്തോടെ പറഞ്ഞു. 5 സ്കെച്ചുകൾ പൂർത്തിയാക്കിയ ശേഷം ബാർബറ മൈക്കിളിനോട് ഒപ്പിടണോ എന്ന് ചോദിച്ചു. മൈക്കിൾ സന്തോഷത്തോടെ സമ്മതിച്ചു. തുടർന്ന് ബാർബറയും മൈക്കിളിനോട് ഒരു ഒപ്പ് ചോദിച്ചു. അവിടെ മൈക്കിളും ഒരു പെൺകുട്ടിയുമുള്ള പോസ്റ്റിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടിയത്. ആ പെൺകുട്ടി മൈക്കിളിൻ്റെ അനിയത്തി നിക്കോൾ ആണെന്ന് പറഞ്ഞു. മൈക്കിൾ ഒപ്പിടാൻ തുടങ്ങി. പക്ഷേ വളരെ നീളത്തിൽ അദ്ദേഹം എഴുതി. ബാർബറ തമാശയെ ചോദിച്ചു, "ഇത് ഗെറ്റിസ്ബർഗ് പ്രസംഗമാണോ" എന്ന്. മൈക്കിൾ ബാർബറയോട് പറഞ്ഞു, "നിങ്ങൾക്ക് കാണാം, ദയവായി ഉറക്കെ വായിക്കൂ" എന്ന്. ബാർബറ മൈക്കിൾ എഴുതിയിരുന്നത് ഉറക്കെ വായിച്ചു. അവിടെ എഴുതിയിരുന്നത്, "ഇന്നലെയും ഇന്നും നാളെയും എൻ്റെ ഹീറോ ആയ നിങ്ങളോട്, എൻ്റെ ബാല്യത്തിൽ എനിക്ക് കൂട്ടായിരുന്ന കാർട്ടൂൺ സുഹൃത്തുക്കൾക്ക് നന്ദി. അവരാണ് എനിക്കുണ്ടായിരുന്ന ഏക സുഹൃത്തുക്കൾ." മൈക്കിളിൻ്റെ ഈ വാക്കുകൾ ബാർബറയെ വളരെ സ്പർശിച്ചു. മൈക്കിൾ ജാക്സൺ വളരെ വിനീതനും സൗമ്യനുമായ വ്യക്തിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. വിനോദ ലോകത്തിലെ പലരിലും കാണാത്ത ഗുണങ്ങൾ അദ്ദേഹത്തിലുണ്ട്. പിന്നീട് ഗ്രേറ്റ് അമേരിക്കൻ കമ്മ്യൂണിക്കേഷൻസ് എന്ന കമ്പനി മൈക്കിളുമായി കരാർ ചെയ്യാൻ തയ്യാറായില്ല. അതിനാൽ ആ പദ്ധതി നടപ്പിലായില്ല. എങ്കിലും മൈക്കിളുമായുണ്ടായ കൂടിക്കാഴ്ചകൾ ബാർബറയ്ക്ക് മധുരമായ ഓർമ്മകളായി തുടരുന്നു. ഇതോടുകൂടി ഈ ലേഖനം ഇവിടെ അവസാനിക്കുന്നു. ദി ഇങ്ക് ആൻഡ് ദി മെലഡി എന്ന ഈ ലേഖനത്തിൻ്റെ പ്രധാന പ്രമേയം കലയ്ക്കുള്ള മനുഷ്യനെ സ്പർശിക്കുന്ന ശക്തിയാണ്. ലളിതമായ കാർട്ടൂണുകൾ പോലും ഒരു കുട്ടിയുടെ ജീവിതത്തിൽ വലിയ ആശ്വാസവും സന്തോഷവും നൽകാൻ കഴിയുമെന്ന് മൈക്കിൾ ജാക്സന്റെ അനുഭവത്തിലൂടെ എഴുത്തുകാരൻ കാണിക്കുന്നു. പ്രശസ്തിയും സമ്പത്തും ഉണ്ടെങ്കിലും മൈക്കിൾ ബാർബറയോട് കാണിച്ച വിനയം, നന്ദി, സ്നേഹം എന്നിവ യഥാർത്ഥ മഹത്വം ഹൃദയത്തിൻ്റെ നന്മയിലാണ് എന്ന് തെളിയിക്കുന്നു. കല മനുഷ്യരെ ബന്ധിപ്പിക്കുകയും അവരുടെ ഏകാന്തതയെ മാറ്റുകയും ചെയ്യുന്നുവെന്നതാണ് ഈ ലേഖനത്തിൻ്റെ ആഴമുള്ള സന്ദേശം.